ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കുറേ പേരെങ്കിലും അലട്ടുന്ന ഒരു പ്രോബ്ലമാണ് ഡാൻഡ്രഫ്. ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ സ്കാൽപ്പിൻ്റെ ഒരു ഡ്രൈനെസ് ആണ്. അതിൻ്റെ ഒപ്പം കൂടുതൽ ഇറിറ്റേഷനും ഇച്ചിങ്ങും ഒക്കെ വരുമ്പോഴാണ് നമ്മൾ അതിന് സെക്കൻഡായിട്ട് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ ഡാൻഡ്രഫ് തടയാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് ഹോം റെമഡീസിനെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഉലുവയാണ്. ഉലുവ നമ്മൾ തലേ ദിവസം ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെക്കാം. അതിനുശേഷം അത് പിറ്റേ ദിവസം എടുത്തിട്ട് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. എന്നിട്ട് അത് നമ്മുടെ തലയിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 1 മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മളൊരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് അത് വാഷ് ചെയ്ത് കളയാം. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ആര്യവേപ്പാണ്. അതിൻ്റെ ആൻറ്റിസെപ്റ്റിക്, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി നമ്മുടെ താരനെ തടയാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആര്യവേപ്പ് എടുത്തിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ തൈരായിട്ടത് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ അത് നമ്മൾ വാഷ് ഓഫ് ചെയ്ത് കളയാം. മൂന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ വെളിച്ചെണ്ണയും നാരങ്ങനീരുമാണ്. നാരങ്ങനീരിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സിയുടെ ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും നമ്മുടെ ഡാൻഡ്രഫിനെ തടയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒരു കപ്പിലെടുത്തിട്ട് അതൊന്ന് ഇച്ചിരി ചൂടാക്കാം. അതിനുശേഷം നമ്മുടെ നാരങ്ങനീര് അതിനകത്ത് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം തലയിൽ തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം നമ്മളതൊരു ഹാഫ് ആൻ അവർ കഴിയുമ്പോഴോ അല്ലെങ്കിൽ 1 അവർ കഴിയുമ്പോഴോ നമ്മളത് വാഷ് ഓഫ് ചെയ്ത് കളയാം. ഇത് നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡാൻഡ്രഫിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർത്ത് എന്ന് പറയുന്നത് നമ്മുടെ അലോവേര ജെല്ലാണ്. നമുക്കറിയാം അലോവേര ജെല്ലിൻ്റെ സൂത്തിങ് എഫക്റ്റ് അത് നമ്മുടെ സ്കാൽപ്പിൻ്റെ ഡ്രൈനെസ്സിനെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അലോവേര ജെല്ല് നന്നായിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ച് ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്നില്ലെങ്കിൽ നമുക്കത് ഓവർനൈറ്റ് വെക്കാം. അല്ല തലനീരിറക്കം അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം അത് ഷാമ്പു ഇട്ട് വാഷ് ചെയ്ത് കളയാം. കുറേ പേരെങ്കിലും പറയുന്നതാണ് എത്രയൊക്കെ ഹോം റെമഡീസ് ഉപയോഗിച്ചിട്ടും നമ്മുടെ ഡാൻഡ്രഫ് മാറുന്നില്ല എന്നുള്ളത്. അപ്പോഴാണ് അവിടെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് വരുന്നത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന തലയണ കവറ്, അതുപോലെ നമ്മുടെ ബെഡ്ഷീറ്റ്, നമ്മൾ തല തോർത്താൻ ഉപയോഗിക്കുന്ന ടവല്, നമ്മുടെ കോമ്പ്, ഹെയർ ബാൻഡ്സ്, ഇതിലെല്ലാം ഡാൻഡ്രഫിൻ്റെ കണ്ടൻസ് ഇരിപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതെല്ലാം നന്നായിട്ട് ഡിസിൻഫെക്റ്റ് ചെയ്യണം. അതിനായിട്ട് നല്ല തിളച്ച ചൂടുവെള്ളത്തിൽ നമ്മുടെ ഈ സാധനങ്ങൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്കിത് ഡിസിൻഫെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമ്മൾ ഈ ചെയ്യുന്ന ഹോം റെമഡീസ് എല്ലാം എഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സ്കാൽപ്പിൻ്റെ ഡ്രൈനെസ് ആണ് നമ്മുടെ ഡാൻഡ്രഫ്. അപ്പോൾ അതിന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റ് മെഷേഴ്സ് എന്ന് പറയുന്നത് കൂടുതൽ ഫാറ്റ്, ഹെൽത്തി ഫാറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഫുഡുകൾ കഴിക്കാനായിട്ട് നട്ട്സ്, സീഡ്സ് ഇതുപോലെയുള്ള ഫുഡിലൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് അത് നമ്മുടെ സ്കാൽപ്പിൻ്റെ ഡ്രൈനെസ്സിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. അത് നമ്മുടെ സ്കാൽപ്പിൻ്റെ ഡ്രൈനെസ്സിനെ പ്രിവെൻറ്റ് ചെയ്യും. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ 2 to 3 ടൈംസ് ഇൻ എ വീക്ക് നമ്മുടെ സ്കാൽപ്പ് ഓയിൽ ചെയ്യാം. അതുപോലെ നമ്മുടെ സ്കാൽപ്പ് ചൂടുവെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യാതിരിക്കുക. അത് നമ്മുടെ സ്കാൽപ്പിന് കൂടുതൽ ഡീഹൈഡ്രേറ്റഡ് ആക്കും. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു ലൂക്ക് വാം വാട്ടറിലോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ തല വാഷ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക.